നമസ്കാരം. ഇതൊരു തുടർച്ചയാണോ എന്നൊരു ചോദ്യം ഉയർത്തു വരുന്നുണ്ട്. ഡൽഹി സർക്കാരിനോട്, അതിൻ്റെ മുഖ്യമന്ത്രിയോട് ED സ്വീകരിച്ച നിലപാടുകൾ, നടപടികൾ രാജ്യം കാണുന്നതിനിടയിലാണ് കേരളത്തിലേക്കൊരു പടപ്പുറപ്പാട് ഉണ്ടാകുന്നത്. CMRL ഉദ്യോഗസ്ഥരെ അതിനുശേഷം വീണയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന അടക്കമുള്ള വിവരങ്ങൾ EDയുടെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഇതൊരു തുടർച്ചയാണോ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കൊക്കെ EDയുടെ നടപടികൾ, കൈകൾ എത്തിച്ചേരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. EDയെ പേടിയില്ല, EDക്ക് മുന്നിൽ തലകുനിക്കില്ല, കീഴടങ്ങില്ല എന്ന് CPM ഒരു പാർട്ടി എന്ന നിലയിലും വ്യക്തമാക്കുന്നുണ്ട്. ശ്രീ ജേക്സി തോമസ്, വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഇന്നിപ്പോൾ തോമസ് ഐസക് പറയുന്നു ഇവിടെ ആർക്കും ഒരു പേടിയില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു കീഴടങ്ങില്ല. പക്ഷേ കാണുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പടപ്പുറപ്പാടുണ്ടാകും എന്ന്. തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ച പ്രതികരണങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തെ സംഭവവികാസങ്ങളുമായി കണ്ണിചേർത്ത് നമുക്ക് കോട്ട് ചെയ്യാൻ കഴിയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ്. അത് അർത്ഥസമ്പൂർണ്ണമാണ് ഒറ്റവാചകത്തിൽ നിർവചിച്ചാൽ. യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന യൂണിയൻ ഗവൺമെൻറ്, അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായ RSSന്റെ ഗുണ്ടാസംഘം അല്ലെങ്കിൽ അവരുടെ കൂലിപ്പട്ടാളം പുതിയൊരു കേസും കൂടെയായിട്ട് കേരളത്തിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് തെല്ലും നിരാശയില്ല, ഞങ്ങൾക്ക് തെല്ലും അങ്കലാപ്പോ ആശങ്കയോ ഇല്ല. കാരണം ED അല്ല, അവരേക്കാൾ 10 ഇരട്ടി വലിപ്പമുണ്ട് എന്ന് ഇന്ത്യയാകെ മേനി നടിച്ചിരുന്ന, പലരെയും വിലക്കെടുക്കുകയും ഭയപ്പെടുത്തുകയും RSS ആക്കി മാറ്റുകയും ചെയ്ത ഇതിനേക്കാൾ വമ്പന്മാരായ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഗുണ്ടാസംഘം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെത്തിക്കളയും ഞങ്ങളുടെ മൂക്ക് എന്നുള്ളതായിരുന്നു ആ സമയത്തെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര കാലം തമ്പടിച്ചു. അങ്ങയുടേതുൾപ്പെടെയുള്ള കേരളത്തിലെ ചെറുതും വലുതും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറുകണക്കിന് വരുന്ന വാർത്താമാധ്യമങ്ങൾക്ക് തീൻമേശയിൽ നിന്ന് എല്ലും കഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നത് പോലെ ഓരോ സമയത്തും ബ്രേക്കിങ്ങും തത്സമയ സംപ്രേഷണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നൽകി, സമൻസും അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ നൽകി. എന്ത് സംഭവിച്ചു? ഞങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ തലകുലിച്ചോ? തല പോയാലും ശരി, RSSന്റെ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ, RSSന്റെ ഈ ഗുണ്ടാപ്പടയ്ക്ക് മുമ്പിൽ, അത് ED ആവട്ടെ, NIA ആവട്ടെ, IT ആവട്ടെ, ദേശീയ അന്വേഷണ ഏജൻസി ആവട്ടെ, CBI ആവട്ടെ, ഒരുത്തൻ്റെയും മുമ്പിൽ ഞങ്ങൾ തലകുലിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നവരാണ്. അതുമാത്രമല്ല, ഈ പൊല്ലാപ്പുകൾ അന്വേഷണ ഏജൻസികൾ കേസുകൾ എന്ന രൂപേണ ചമയ്ക്കുന്നതിന് എത്രയെത്ര അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി മുതൽ എത്ര മന്ത്രിമാരുടെ സംഘത്തെ ഇവർ വേട്ടയാടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMന്റെ സമുന്നതരായ നേതൃത്വത്തെ, അവരുടെ വീട്, അവരുടെ അക്കൗണ്ടുകൾ, അവരുടെ ജീവിത പങ്കാളികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ മുത്തശ്ശിമാർ, അവരുടെ അപ്പൂപ്പന്മാർ, ഇങ്ങനെ എത്ര പേരെ വേട്ടയാടാൻ ശ്രമിച്ചു. ആരുടെയൊക്കെ പേരിൽ കള്ളക്കഥകൾ ചമച്ചു. എവിടെ പോയി? കടലാസ് ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചു കീറിയെറിയുന്ന കടലാസിൻ്റെ പോലും നിലവാരമില്ലാത്തതായി അതൊക്കെ മാറുന്നതിന് നമ്മുടെ നാട് സാക്ഷി വഹിച്ചതല്ലേ? അത് നിയമത്തിൻ്റെ കോടതിയിൽ മാത്രമല്ല, ജനകീയ കോടതിയിലും ആ പ്രതികരണം സൃഷ്ടിക്കുന്നതിന് നമ്മുടെ നാട് സാക്ഷി വഹിച്ചതല്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകളെ തേടി, യഥാർത്ഥ ലക്ഷ്യം ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും, സാമാന്യ യുക്തിയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം യഥാർത്ഥ ലക്ഷ്യം ആരാണെന്ന്. മകളിലൂടെ ആരിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിക്കുക. വരട്ടെ, ഞങ്ങൾ സുസ്വാഗതം ചെയ്യുന്നു. ED അല്ല, ഇനി EDയേക്കാൾ വലിയ വേറെന്തെങ്കിലും ഒരു ഏജൻസി ഉണ്ടോ? അവരെയും കൂട്ടി വരട്ടെ, നമുക്ക് കാണാം. ശരി, ഓക്കെ. ശ്രീ ജേക്സി തോമസ്, ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ഒരു കാര്യം പറയാതെ പോയാൽ, നമ്മൾ ഈ പണി ചെയ്യുന്നവരാണല്ലോ, അതുകൊണ്ട് പറയാതെ പോകാൻ കഴിയില്ല. ഈ അങ്ങയുടേതുൾപ്പെടെയുള്ള ചെറുതും വലുതുമായ മാധ്യമങ്ങൾക്ക് തീന്മേശയിൽ നിന്ന് വലിച്ചെറിയുന്ന എല്ലിൻ കഷ്ണങ്ങൾ പോലെ വാർത്ത കൊടുക്കുന്നു എന്നങ്ങ് പറയുന്നുണ്ട്. വാർത്തകൾ AKG സെന്ററിൽ നിന്നും വരാറുണ്ട്. കൊടുക്കുന്ന വാർത്തകളെ എല്ലിൻ കഷ്ണങ്ങളായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ കാണുന്നത്, സംവിധാനങ്ങൾ കാണുന്നത് എന്ന് അങ്ങേക്ക് വിചാരമുണ്ടെങ്കിൽ എനിക്കത് തിരുത്താൻ ഞാൻ ആളല്ല. പക്ഷെ തൊഴിലിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് എവിടെന്നും ഒരാളുടെയും ഉച്ചത്തിൽ നിന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ. ശ്രീ ജേക്സി തോമസ്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അത് ഞാൻ പൂർത്തിയാക്കിയിട്ട് അങ്ങ് തിരുത്തൂ. ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകൾ, എച്ചിൽ പെറുക്കുന്ന മനുഷ്യരുമുണ്ട് ഈ നാട്ടിൽ. അവരുടെ തൊഴിലും മോശമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു തൊഴിൽ ചെയ്യുന്നതിനെ മറ്റൊരു തൊഴിലിന്റെ സ്വഭാവത്തോടു കൂടി ചെയ്യാൻ ഒരുമ്പെടുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്ന് അടച്ചാക്ഷേപിക്കുമ്പോൾ എനിക്കതിൽ പ്രതിഷേധമുണ്ട്. ഇനി അങ്ങ് പറഞ്ഞോളൂ. അങ്ങേക്ക് തെറ്റി. ഞാൻ വാർത്ത സമാഹരിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ മുതൽ അന്തർദേശീയ, സംസ്ഥാന, ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ വരെ തികഞ്ഞ ബഹുമാനത്തോടു കൂടെ തന്നെയാണ് കാണുന്നത്. വാർത്ത ശേഖരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരെ. പക്ഷേ
ED-യും ഇന്ത്യയിൽ CBI-യും അല്ലെങ്കിൽ IT-യും അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയും ഒക്കെ കഴിഞ്ഞ കാലയളവിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് വാർത്ത നൽകാനല്ല. അതായത് ഒരു കേസിന്റെ സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങൾക്ക് പബ്ലിക് ഡൊമൈന് മുമ്പിൽ സമർപ്പിക്കാനല്ല, മറിച്ച് RSSന്റെ ഗുണ്ടാപ്പട എന്നതുപോലെ RSS വിരുദ്ധ രാഷ്ട്രീയത്തിൽ അണിനിരക്കുന്ന, അത് ഇടതുപക്ഷ രാഷ്ട്രീയമാവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ആം ആദ്മി പാർട്ടി ആവട്ടെ, ഏത് കൂട്ടരുമാവട്ടെ, RSSന് അനുഭവിതരായി വർഗീയതയ്ക്കെതിരെ നിൽക്കുന്നവരുടെ ഹൃദയമെടുക്കാൻ, അവരുടെ ജീവനെടുക്കാൻ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം, ശുദ്ധ നുണ, അത് നുണയാണെന്നറിഞ്ഞിട്ടും തൻ്റെ മേശയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുമ്പോൾ അത് പെറുക്കിയെടുക്കാൻ മാതൃഭൂമിയുടേതാവട്ടെ, ഞാനും അങ്ങയും കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു യൂട്യൂബറോ ഏതെങ്കിലും ഒരു ചെറിയ ചാനലോ ഏതെങ്കിലും ഒരു ചെറിയ പത്രമോ ആവട്ടെ, അതിനുവേണ്ടി ഏതെങ്കിലും ഒരാൾ മെനക്കെട്ടാൽ, അതായത് കിട്ടുന്ന എല്ലും കഷ്ടം ശുദ്ധ നുണ, ഒരു പച്ചക്കള്ളം, കേട്ടാൽ അറപ്പുളവാക്കുന്ന അസത്യം, എന്നിട്ടും അത് വാർത്തയാക്കും എന്ന് തീരുമാനിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് എനിക്ക് അറപ്പാണ്, അവരോട് എനിക്ക് വെറുപ്പാണ്. അവരെ ബഹുമാനിക്കാൻ അങ്ങ് പറഞ്ഞാൽ അതെനിക്ക് സൗകര്യപ്പെടില്ല എന്ന് ഈ സൗകര്യമൊക്കെ അവനവൻ തീരുമാനിക്കുന്നതാണ്. ദേശീയ അന്വേഷണ ഏജൻസികളാണ് വിവരങ്ങൾ കൈമാറുന്നത്. തികഞ്ഞ രാഷ്ട്രീയ ബോധത്തോടെ, ലക്ഷ്യത്തോടെ ചില വാർത്തകൾ, കഥകൾ നേരുമായി തരിമ്പും ചേർച്ചയില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, ചോർത്തി കൊടുക്കുന്നുണ്ട്. ഈ രാജ്യത്ത് അത് നടന്നിട്ടുണ്ട് എന്നതൊക്കെ ബോധ്യമുണ്ട്. പക്ഷേ വിശ്വാസ്യത ഉണ്ടാകേണ്ട ഒരു ഏജൻസി മാധ്യമപ്രവർത്തകരെ ഔദ്യോഗികമായി അറിയിക്കുന്ന വാർത്തകൾ, അത് വിവരങ്ങൾ, അത് അങ്ങനെ തന്നെ എത്തിക്കുക പ്രേക്ഷകരിലേക്ക് എന്നുള്ളത് തൊഴിലിന്റെ ഭാഗമാണ്. ഇതിപ്പോ കള്ളം പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കള്ളം മുഖത്ത് നോക്കി പറയുന്ന ആളുകൾ നമ്മുടെ ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുണ്ട്. അതും വാർത്ത എന്ന രീതിയിൽ കൊടുക്കാറുണ്ടല്ലോ, അതും വാർത്ത എന്ന രീതിയിലാണ് കൊടുക്കാറ്. അത് ഗ്രഹിച്ചറിയാനുള്ള വിവരമൊക്കെ നമ്മുടെ നാട്ടുകാർക്കുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ നാട്ടുകാർ അറിയേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരു അജണ്ട ഇവിടെ ഇല്ല. അവർ പറയുന്നതിന്റെ ന്യായവും അന്യായവും സത്യവും അസത്യവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കരുവന്നൂരിൽ വരെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അരവിന്ദാക്ഷന്റെ അമ്മയുടെ ആയി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം അഡ്രസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ വരെ അത് ED-യുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതാണ് എങ്കിൽ അതിന്റെ ന്യായം ED പറയേണ്ടതാണ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നതൊന്നും പറയേണ്ടതില്ല, കേൾക്കേണ്ടതില്ല, അതങ്ങ് അട്ടത്ത് വെച്ചേക്കാം എന്നൊരു വിചാരവുമില്ല. പിന്നെ അറിഞ്ഞുകൊണ്ട് പെറുക്കിയെടുക്കുന്നവരിൽ അങ്ങയുടെ മാധ്യമം ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അത് അങ്ങയുടെ താരതമ്യത്തിന്റെ പ്രശ്നമാണ്. എനിക്കതിനോട് പ്രതിഷേധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ശ്രീ ജെക്സി തോമസ്. അതുകൊണ്ടാണ് പറഞ്ഞു പോയത്. ശ്രീ VP ശ്രീപത്മനാഭൻ, ED നിങ്ങൾക്ക് വീണ്ടും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ഇതിനെ സംബന്ധിച്ച് ED ഔദ്യോഗികമായി CBI ആവട്ടെ, ദേശീയ അന്വേഷണ ഏജൻസി ആവട്ടെ, ഇൻകം ടാക്സ് ആകട്ടെ, ഏത് യൂണിയൻ ഗവൺമെന്റ് ഏജൻസികളും ഔദ്യോഗികമായി അങ്ങേക്കോ നമ്മുടെ നാട്ടിലെ ഏത് മാധ്യമ സ്ഥാപനത്തിനും ഒരു വിവരം നൽകിയാൽ നിങ്ങൾ എല്ലാവരും അത് പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ അത് സംപ്രേഷണം ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്, തർക്കമേതുമില്ല. പക്ഷേ നിങ്ങൾക്കാണ് എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണ്ണക്കുരു, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ സ്വർണ്ണക്കടത്ത് കേസിലെ 1-ാം പ്രതി പങ്കെടുത്തു, അതോടൊപ്പം സെക്രട്ടേറിയറ്റിന് തീയിട്ടു, അതോടൊപ്പം പരിശുദ്ധ ഖുറാനിൽ സ്വർണം കിടത്തി, അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ പലർ പറയുന്നുണ്ടെന്നേ, അത് അവർ പറഞ്ഞു എന്ന രീതിയിലാണ് നമ്മൾ വാർത്ത കൊടുക്കുക. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. അല്ലാതെ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ വിവരങ്ങളായും അല്ലാത്തതിനെ വാർത്തയായും കൊടുക്കും. അത് ഒരു തൊഴിലിന്റെ, ഒരു ഇൻഡസ്ട്രിയുടെ ഒക്കെ ഭാഗമാണ്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധി സാമാന്യ ജനത്തിനുണ്ട് എന്ന് അവരെ അങ്ങ് ബഹുമാനിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ മറ്റതിലേക്ക് പോവാണ് ജയക്കാങ്ങയുടെ അനുമതിയോടെ. ശ്രീ VP ശ്രീപത്മനാഭൻ, രണ്ടാമതും ഞാൻ ചോദിക്കുകയാണ്, ED നിങ്ങൾക്ക് കൂലിക്ക് പണിയെടുക്കുന്നുണ്ടോ? ഇതൊക്കെ ഓരോരുത്തരും ഓരോ അസംബന്ധം പറയുന്നതാണ്. ഇതിനൊന്നും ഉത്തരം പറയുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് 1956 മെയ് മാസം 1-ാം തീയതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ നിലവിൽ വന്ന സ്ഥാപനമാണ്, സംവിധാനമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അന്ന് ഫെറ നിയമപ്രകാരമായിരുന്നു അവർ കാര്യമായി അന്വേഷണം നടത്തിയിരുന്നത്. പിന്നീട് മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും നരസിംഹറാവു പ്രധാനമന്ത്രിയുമായിരുന്ന 91-ലെ ഗവൺമെൻറ് ഫെറ ആക്ട് ഫെമ ആക്ട് ആക്കി, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് മെയിൻ്റനൻസ് ആക്ട് ആക്കി. അതിനുശേഷം 2002 വാജ്പേയി സർക്കാർ PMLA ആക്ട് പാസ്സാക്കി. ഇപ്പോൾ ഫെമ ആക്ടിലും PMLA ആക്ടിലുമാണ് ED അന്വേഷണം നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമമായിരുന്നു അഴിമതിക്കെതിരെ ഉണ്ടായിരുന്ന ആദ്യകാലത്തെ നിയമം. ആ നിയമപ്രകാരം ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ
അയാൾ അഴിമതി നടത്തി എന്നും അതിൻ്റെ എന്താ പറയുക ആനുകൂല്യം അയാൾക്കോ മറ്റൊരാൾക്കോ ഒരു വഴിവിട്ട സഹായം ചെയ്തു എന്നും തെളിയിക്കേണ്ടിയിരുന്നു. പല കേസുകളിലും കാലപ്പഴക്കം കൊണ്ടും സാങ്കേതികത്വത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഇത് തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ കുറ്റം ചെയ്ത പ്രതികളിൽ പലരും സുഖമായി രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങി. അപ്പോഴാണ് മണി ട്രെയിലിലൂടെ കണ്ടെത്തിക്കൊണ്ട് ഈ അനധികൃതമായി സമ്പാദിച്ച പൈസ എവിടെയെങ്കിലും വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, നിക്ഷേപിച്ചിട്ടുണ്ടോ, ബിനാമിയാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിച്ച് നടപടിയെടുക്കാനും അതോടൊപ്പം വിദേശത്തു നിന്നും കണക്കില്ലാതെ സർക്കാർ സമ്മതമില്ലാതെ പണം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ക്രിമിനൽ കുറ്റം ആക്കാനും, അതായത് ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റമാക്കാനും. കാരണം ഫെമയിൽ ഇപ്പോൾ അറസ്റ്റ് ഇല്ല, ഫെമയിൽ ഫൈനേ ഉള്ളൂ. അപ്പോൾ ഈ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് PMLA ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്. ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ED അനധികൃതമായി ആർക്കെങ്കിലും പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആളുകൾ അത് എങ്ങനെ കിട്ടി, അത് അവരെന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാൻ അവർ വരും. അത് സ്വാഭാവികമാണ്. അത് ഈ രാജ്യത്ത് ഒരുപാട് ആൾക്കാർക്കെതിരെ ഏജൻസികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതുമൊക്കെ ശരി, അങ്ങ് അതിന്റെ ഒരു ക്രോണോളജി കൃത്യമായി പറഞ്ഞു. പക്ഷേ അന്നൊന്നും ഈ പറയുന്ന ആരോപണമില്ല ED പോലെ ഒരു ഏജൻസി രാഷ്ട്രീയ പാർട്ടിക്ക് ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി കൂലിക്ക് പണിയെടുക്കുന്നുവെന്ന്. ഇത് തികഞ്ഞ രാഷ്ട്രീയമായ ചോദ്യമാണ്. അല്ല, ഈ രാജ്യത്ത് 10 ലക്ഷം കോടി രൂപയുടെ ഞാൻ പറയട്ടെ. ഈ രാജ്യത്ത് ഈ രാജ്യത്ത് 10 ലക്ഷം കോടി രൂപയുടെ അഴിമതി പണ്ട് നടന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയല്ലേ 2G സ്പെക്ട്രം എല്ലാ ലൈസൻസും ക്യാൻസൽ ചെയ്തത്? ഇപ്പോൾ അവരെ വെറുതെ വിട്ട ആ കേസിൽ അപ്പീൽ പോയി ഡൽഹി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പീൽ നോട്ടീസ് അയച്ചിരിക്കുക. എന്താ ഡൽഹി ഹൈക്കോടതി പറഞ്ഞതറിയോ? താഴെ കോടതിയുടെ വിധിയിലെ പരസ്പര വിരുദ്ധത പരിശോധിക്കണമെന്ന്. പിന്നെ കൽക്കരി ലൈസൻസ് മുഴുവൻ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്ത് വീണ്ടും ലേലം ചെയ്യാൻ പറഞ്ഞില്ലേ? ഈ കോമൺവെൽത്ത് അഴിമതി കേസിൽ സുരേഷ് കൽമാടിയെ പിടിച്ച് ജയിലിലിട്ടത് ആരാ? മൻമോഹൻ സിംഗ് സർക്കാരല്ലേ? രാജയെയും കനിമൊഴിയെയും പിടിച്ച് ജയിലിലിട്ടതാരാ? മൻമോഹൻ സിംഗ് സർക്കാരല്ലേ? അപ്പോൾ ഈ രാജ്യത്ത് വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപയിൽ നിന്നും ഉയർന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയിലേക്ക് അതെത്തി. അപ്പോൾ ഈ രാജ്യത്ത് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ പണമുണ്ടാക്കി അത് വെളുപ്പിച്ച് അത് ഒളിപ്പിച്ച് ഈ പല ആനുകൂല്യങ്ങളും സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുന്നു, വിദേശത്തിലേക്ക് കടത്തുന്നു, വിദേശത്ത് നിന്ന് പണം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്ത് അന്വേഷിക്കപ്പെടണം. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നതിൽ എന്താ തെറ്റ്? ആർക്കും അതിൽ വിഷമിക്കേണ്ട ആവശ്യം? ഈ രാജ്യത്തെ സാധാരണക്കാരന് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രാജ്യത്ത് അഴിമതി നടത്തുന്നവർ ബേജാറായാൽ പോരെ? അനധികൃതമായി പണം സമ്പാദിക്കുന്നവർ ബേജാറായാൽ പോരെ? എന്തിനാ അത് ചെയ്യാത്തവർ ബേജാറാവുന്നത്? ശരി, ഈ 10 ലക്ഷം കോടിയല്ല 1 ലക്ഷം കോടി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുതന്നെ ഒരു വളരെ എക്സാജറേറ്റ് ചെയ്തൊരു എമൗണ്ട് ആണ് എന്ന കാര്യത്തിൽ പിന്നീട് CAG റിപ്പോർട്ടിൽ വന്ന തുകയുടെ ബാഹുല്യം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങ് ഒരു 10 ലക്ഷം കോടിയുടെ കണക്കാണ് പറഞ്ഞത്. കുറേ നാൾ ഏറെ ആയതുകൊണ്ട് ഞാനൊന്ന് തെറ്റി പറഞ്ഞെന്നുള്ളൂ, എനിക്കത് തർക്കവുമില്ല. ശരി, പോട്ടെ. ശ്രീ രാജു പി നായർ, അങ്ങനെ BJPക്ക് വേണ്ടി ED കൂലിക്ക് പണിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നോക്കുകൂലിയുണ്ടോ? മാധു, അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ശ്രീ ജെയ്സി തോമസ് നടത്തിയ ചില പരാമർശങ്ങൾ, ഈ രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവും നഷ്ടപ്പെട്ടൊരു CPM, പിണറായിസ്റ്റുകൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് മാധു തന്നെ എതിർത്തത് നന്നായി. പക്ഷെ ഇത് പിന്നീട് അദ്ദേഹം തിരുത്തിയ പോലെ ഞങ്ങൾ ബഹുമാനിക്കുന്നതല്ല. ഇവർ പാർട്ടി തന്നെ മാപ്രകൾ എന്ന പ്രയോഗം ഉണ്ടാക്കിയ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഇവരുടെ സ്ഥിരം ശൈലിയാണ്. അത് CPM ഇന്നുള്ള ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും വലിയ മുഖമായിട്ട് നാവായിട്ട് ജെയ്സി തോമസ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പ്രധാനപ്പെട്ട ചോദ്യം മാധു, ഈ മാസപ്പടി കേസിലെ EDയുടെ അന്വേഷണം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? 2019 ROCയും 2021 EDയും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു എന്ന് SFIO കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടില്ലേ? അത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ മാസപ്പടിയുടെ ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് 2 പ്രാവശ്യം ചോദിച്ചു, ഇത് സംബന്ധിച്ച് EDയുടെ അന്വേഷണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അങ്ങ് മറുപടി പറയണം എന്ന് പറഞ്ഞു. ഒരക്ഷരം മിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ. ഇനി പിണറായി വിജയൻ മാത്രമല്ല മിണ്ടാതിരുന്നത്, ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇപ്പോൾ വലിയ വാക്കിൽ പറഞ്ഞല്ലോ,
ഈ നീതി നടപ്പാക്കുന്നതിനെ കുറിച്ചും അഴിമതിക്കെതിരെയുള്ള നടപടിയെക്കുറിച്ചും അദ്ദേഹം അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ പറയണം. 2021 ED മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി കേസിൽ അന്വേഷണം തുടങ്ങിയിട്ട് 3 വർഷക്കാലം എന്തുകൊണ്ട് അത് നിങ്ങൾ പുറത്തു പറഞ്ഞില്ല? എന്തുകൊണ്ട് അതിനകത്തൊരു FIR ഇട്ടില്ല? എന്തുകൊണ്ട് 3 വർഷം വേണ്ടി വന്നു ഈ കേസിൽ ഒരു FIR ഇടാൻ? നിങ്ങൾ അന്വേഷിച്ചു SFIO പറഞ്ഞാണല്ലോ, ഇനി ഞാൻ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാസപ്പടി കേസിന്റെ ഒരു ടൈം ലൈൻ നോക്കിയാൽ ഇന്നത്തെ അല്ല പ്രശ്നം. സാധൂകരിക്കുന്ന ഒരു വാദമല്ലേ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ EDയുടെ ദൈനംദിന അന്വേഷണങ്ങളിൽ ഞങ്ങൾ ഇടപെടാനല്ല, ഞങ്ങൾ അന്വേഷിക്കാറില്ല എന്ന് അവർക്ക് പ്രതിരോധിക്കാമല്ലോ അതിനെ. ഒരിക്കലുമല്ല. ഇതിനകത്ത് GST തട്ടിപ്പ് ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായ കേസ്. അതിനകത്ത് കൃത്യമായിട്ട് ഈ സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇൻകം ടാക്സിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടാൽ അതിൻ്റെ ഇൻഫർമേഷൻ EDയോട് ഷെയർ ചെയ്യണം എന്ന് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു അന്വേഷണം നടത്തിയിട്ട് പറയാതിരുന്നത് പിണറായി വിജയനും BJPയുമാണ്. എന്തിൻ്റെ പേരിൽ? ആരാണ് കൂലിക്കെടുത്തത്? മിണ്ടാതിരിക്കാൻ കൂലിക്കെടുത്തിരുന്നത് ആരാണ്? ED ഇത്രയും നാൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പറയുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ഈ EDയും IT-യും CBIയും ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും ഒരൊറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം: ഓടും കുതിര, ചാടും കുതിരാൽ, വാളയാർ കണ്ടാൽ നിൽക്കും കുതിര. ഇതാണ് ഇവരുടെ പ്രശ്നം. കരുവന്നൂർ കേസിലെ അന്വേഷണം എവിടെ എത്തി? സ്വർണ്ണക്കള്ളക്കടത്തിന്റെ എവിടെ എത്തി? ജെയ്സി തോമസ് ഇവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അദ്ദേഹത്തോട് ചോദിക്കണ്ട, ശ്രീ പത്മനാഭൻ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെയും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും EDയുടെ അന്വേഷണം വരുമ്പോൾ രാഖ്യു രാമനാഥൻ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒത്തുചേർന്ന് കൈപിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ പ്രതിരോധിക്കാൻ. അങ്ങനെ ഒരു പാതിരാത്രി ക്ലിഫ് ഹൗസിലേക്ക് EDയുടെ അന്വേഷണ സംഘം ഇരച്ചു കയറുകയും മുഖ്യമന്ത്രിയും കുടുംബത്തെയും കയ്യാമം വെച്ച് കൊണ്ടുപോവുകയും വേണം എന്നുള്ളതാണോ കേരളത്തിലെ നിങ്ങളുടെ ആവശ്യം? അല്ല, അതിന്റെ ടൈമിങ്ങിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഇതിന്റെ ടൈമിങ്ങിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. ആ ടൈമിങ്ങിന്റെ ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ അന്വേഷണം നടന്നിട്ട് ഒരു FIR പോലും ഇടാതെ 3 വർഷം ED നിന്നത് പിണറായി വിജയന്റെ കൂലി മേടിച്ചിട്ടാണോ? അതോ BJP പിണറായി വിജയൻ കൊടുത്ത കൂലിയാണോ? ഇലക്ഷന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ പറയുന്ന അന്വേഷണത്തിന് ED കളത്തിലിറങ്ങുന്നത് അതിന്റെ ടൈമിങ്ങിനെ കോൺഗ്രസിന് ചോദ്യം ചെയ്യണ്ടേ? അല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അല്ലേ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇവർ ഇത്രയും നാളും പറഞ്ഞിരുന്നത് എന്താ? ഞങ്ങൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്ത ഔദാര്യം ഇവർ പിണറായി വിജയൻ ഇത് ചെയ്ത് ശ്രമിക്കണം. പിണറായി വിജയൻ കൊടുത്ത ഔദാര്യം കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്തില്ല എന്നവിടെ നിൽക്കട്ടെ. ഇവരെന്താ പറഞ്ഞിരുന്നത്? ഇത് വലിയ എഗ്രിമെന്റ് വെച്ചുള്ള ഇടപാടാണ്, ഇതിൽ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഒരു ഘട്ടത്തിൽ ഞാൻ PV അല്ല എന്ന് പോലും പറഞ്ഞില്ലേ? ഇപ്പൊ PV പിണറായി വിജയനാണെന്ന് സമ്മതിച്ചോ? ഇത് തങ്ങളെ ലക്ഷ്യപ്പെടുന്ന എന്നുള്ള ജയിക്ക് സമ്മതിച്ചോ? ഇതല്ലേ ഈ മാസപ്പടി കേസ് തുടങ്ങിയ മുഖ്യമന്ത്രിക്കെതിരെ അല്ല എന്ന് പറയുമ്പോൾ മാത്രമല്ല കോൺഗ്രസ് പറയുന്നത് എന്താണ്? കോൺഗ്രസ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളല്ല, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന്റെ ആസൂത്രകൻ എന്നല്ലേ? മാധു, ഞാൻ ചോദിച്ചത് കഴിഞ്ഞ ചർച്ച നടന്ന 1 വർഷം മുഴുവൻ ജെയ്സി തോമസ് ഉൾപ്പെടെ ചാനൽ വന്ന് പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു ഇതുമില്ല, മകൾ വലിയ എഗ്രിമെന്റുകൾ ഉണ്ടാക്കി നിയമപരമായി നടത്തിയ കച്ചവടം എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയാ പിണറായി വിജയനെയാണ് ഇതിനകത്ത് ലക്ഷ്യമിടുന്നത് ജെയ്സി തോമസ് പറയുന്നത്? അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പിണറായി വിജയനാണ് ഇതിന്റെ പുറകെ. കോൺഗ്രസ് പറഞ്ഞിരുന്ന ആരോപണം ജെയ്സി തോമസ് അന്വേഷണം പോലെയല്ല. EDയുടെ അന്വേഷണം വരുന്ന സമയത്ത് ഈ പറയുന്ന ഡയറി, അതിലുള്ള ചുരുക്കപ്പേരുകൾ, കോൺഗ്രസിലെ നേതാക്കൾ അടക്കമുള്ളവരുടെ ചുരുക്കപ്പേരുകൾ, ഇതെല്ലാം അന്വേഷിക്കപ്പെടും. അല്ലാതെ CMRL-ഉം TVNയുടെ കമ്പനി എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ മാത്രമായിരിക്കില്ല അന്വേഷണ പരിധിയിൽ വരുന്നത്. കാരണം കള്ളപ്പണം എന്ന തോതിൽ വരുമ്പോൾ ഈ ഡയറി അടക്കമുള്ള വിവരങ്ങളെല്ലാം വരും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് CPM ഈ ഘട്ടത്തിൽ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് അന്വേഷിക്കണം. അല്ല മാധു, അതിനകത്ത് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഞാനല്ല PV എന്നാ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റരുത്. ഈ വിവാദം തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഞാനല്ല PV എന്നുള്ളതാ. ഇപ്പോഴും ഒരുപക്ഷെ ജെയ്സി തോമസ് ഉൾപ്പെടെ ചർച്ചകൾ വന്ന് പറഞ്ഞിരുന്നുണ്ടാവും ഞാനല്ല PV. ഇപ്പൊ PV ഞാനാണ് എന്നുള്ളത് അംഗീകരിച്ചില്ലേ? പിണറായി വിജയനാണ് എന്ന് CPM പറയുന്നുണ്ടോ?
യെസ്, അത് മാത്രമല്ല, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. തൊട്ടു മുമ്പ് ഇവർ രണ്ടുപേരും സമയമെടുത്തുകൊണ്ട് അത്ഭുതമില്ല, സ്വാഭാവികത എന്ന വണ്ണം കൂട്ടുകക്ഷികൾ എന്നതുപോലെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷത്തെയാണ്. പ്രത്യേകിച്ച് അതിന്റെ മുഖമായി കേരളത്തിൽ പരിലസിക്കുന്ന CPIM-നെയാണ്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദങ്ങളിലേക്ക് വരാം. പക്ഷെ തൊട്ടു മുമ്പ് ഈ കേസിൽ ഏറ്റവും കൂടുതൽ വിചാരണയ്ക്ക് വിധേയനാകേണ്ടയാൾ BJP-യുടെ പ്രതിനിധിയാണ്. ED എന്ന സംഘത്തെ തങ്ങളുടെ രാഷ്ട്രീയ ഗുണ്ട അടിമകളായി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ ഇപ്പോൾ പങ്കെടുക്കുന്ന ചർച്ചയിലെ മാധ്യമ മുഖമായി നിൽക്കുന്ന BJP-യുടെ പ്രതിനിധിയാണ് ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടേണ്ടത്. അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്യാദി ഏജൻസികൾ അഴിമതി വിരുദ്ധ അന്വേഷണാത്മക ഏജൻസികളായി രൂപീകരിക്കപ്പെട്ടതിന്റെ ചരിത്രഘട്ടങ്ങൾ അദ്ദേഹം നമുക്ക് മുമ്പാകെ ക്ലാസ് എടുക്കുകയാണ്. ചരിത്രത്തിലെ നാൾവഴികൾ 1950, 57, 58 അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് PMLA, ED ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. നമ്മളുടെ കേസ് എന്താണ്? ഇതിന്റെ ഒന്നും ഉദ്ദേശശുദ്ധിയെ നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രൂപീകരിക്കപ്പെട്ടതോ, CBI രൂപീകരിക്കപ്പെട്ടതോ, IT രൂപീകരിക്കപ്പെട്ടതോ, ദേശീയ അന്വേഷണ ഏജൻസി രൂപീകരിക്കപ്പെട്ടതോ, ഇതിന്റെ ഒന്നും ഉദ്ദേശശുദ്ധിയെ, രൂപീകരണത്തിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോഴെന്താണ് വന്നു നിൽക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന RSSന്റെ ശാഖയിൽ പോയി പണിയെടുക്കുന്ന ഗുണ്ടകളായിട്ടുള്ള മൂന്നാംകിട ആളുകളുടെ സ്വഭാവത്തിലേക്ക് ഇന്ത്യയിലെ ED-യും IT-യും CBI-യും NIA-യും മാറിയിരിക്കുന്നു. അതാണ് എൻ്റെ കേസ്. അതാണ് ഡൽഹി മുതൽ കേരളം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് തമിഴ്നാട്ടിലും ഡൽഹിയിലും മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ അണിനിരക്കുന്ന നേതൃത്വത്തിനെതിരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യൻ അദ്ദേഹം വെല്ലോ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചോ? ED-യുടെ സമീപകാല ഇടപെടലുകളെ സംബന്ധിച്ച് ED റെയ്ഡ് നടത്തി ഗുണ്ടാപ്പടയായോ എന്ന എൻ്റെ വാദത്തെ ഒരു ചോദ്യമാക്കി അങ്ങനെ ഉണ്ടോ എന്ന് ആങ്കർ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഗുണ്ടാപ്പടയായി എന്ന് പറയേണ്ട വന്നത്? അത് ആലങ്കാരികമായി ഞങ്ങളുടെ പ്രയോഗമല്ല. ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ, അനുഭവങ്ങളിൽ അർത്ഥസമ്പൂർണമായി ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞതാണ്. അങ്ങ് കണ്ടില്ലേ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത മദ്യനയത്തെ സംബന്ധിച്ചുള്ള കേസ്? ആ കേസിൽ ഏറ്റവും കൂടുതൽ പ്രതിയേർക്കപ്പെട്ട, ഏറ്റവും സുപ്രധാന പ്രതിയായി അലങ്കരിക്കപ്പെട്ട ആളാരായിരുന്നു? ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ കോടതിയിൽ വിധിയെ തുടർന്ന് റിമാൻഡിൽ കഴിയേണ്ടി വന്ന ആളാരായിരുന്നു? അരബിന്ദോ ഫാർമസി. പ്രേക്ഷകർ ഓർമ്മിക്കണം, നിങ്ങൾ മറക്കാൻ പാടില്ല. ഞങ്ങൾ അഴിമതിക്കാരല്ല എന്നാണ് നമ്മുടെ ചർച്ചയിൽ പോലും പങ്കെടുക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി നാഴികയ്ക്ക് 40 വട്ടവും പറയാറുള്ളത്. എന്താണ്? അരബിന്ദോ ഫാർമസിയുടെ ശരത്ചന്ദ്ര റെഡ്ഡി 2021 ഏപ്രിൽ മാസം മുതൽ 2023 നവംബർ 8 വരെ എത്ര കോടിയാ BJP-ക്ക് കൊടുത്തത്? 34.5 കോടി രൂപ BJP-ക്ക് കൊടുത്തു ഇലക്ട്രൽ ബോണ്ടായിട്ട്. നവംബർ മാസം 10-ാം തീയതി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. നവംബർ മാസം 15-ാം തീയതി 1 കോടി രൂപ വിലയുള്ള 5 ബോണ്ടുകൾ BJP-ക്ക് സംഭാവന ചെയ്യുന്നു. നവംബർ 15-ന് ശേഷം എന്തായി? അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട അരബിന്ദോ ഫാർമസിയുടെ കോടാനുകോടി രൂപയുടെ കാട്ടുകള്ളൻ 5 കോടി രൂപ BJP-ക്ക് സംഭാവന ചെയ്തതോടുകൂടെ മാപ്പ് സാക്ഷിയായി മാറുന്നു. പിന്നെ 25 കോടി കൂടെ BJP-ക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തീൻമേശയിൽ നിന്ന് എല്ലും കഷ്ടം വലിച്ച് താഴേക്കെറിയുന്നത് പോലെ ഒരു 25 കോടി കൂടെ BJP-ക്കാർക്ക് കൊടുക്കുന്നു. ആ എല്ലും കഷ്ടം വാങ്ങി ഇന്ത്യ മുതൽ കേരളം വരെയുള്ള നമ്മുടെ സഹപാനലിസ്റ്റിന്റെ സഹയാത്രിക സംഘം BJP-ക്കാർ ചോറും കറിയും വാങ്ങി തിന്നുന്നത് പോലെ ഭക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ജയിലിൽ കിടന്ന സുപ്രധാന പ്രതി മാപ്പ് സാക്ഷിയാകുന്നു. 5 കോടി കിട്ടിയപ്പോൾ മാപ്പ് സാക്ഷിയായി, 25 കോടി കിട്ടിയപ്പോൾ കേസിൽ പ്രതിയെ അല്ലാതായി. ഇതിന്റെ പേരാണ് എന്ത് ചെയ്യുന്നത്? ED ഉപയോഗിച്ച് ഗുണ്ടാപ്പണി നടത്തി നാട്ടിൽ ഹഫ്ത വിരിക്കുന്നത് പോലെ പേടിപ്പിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങി, എന്നിട്ട് പത്മിനി തോമസ് മുതൽ പത്മജ വേണുഗോപാൽ വരെ കാശ് കാത്ത് കെട്ടിക്കിടക്കുന്ന കോൺഗ്രസിലെ ഒരു സംഘത്തെ നിങ്ങൾ വിലക്കെടുക്കുന്നു. ഇവിടെയാണ് ഞങ്ങൾക്ക് ഇത് സൂചിപ്പിക്കേണ്ടതായി വരുന്നത്. അരബിന്ദോ ഫാർമസി മാത്രമാണോ? ഒറ്റ ഉദാഹരണത്തോടെ പറഞ്ഞ് ഞാൻ സംഘപരിവാര പ്രതിനിധിയോടുള്ള എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. സിൽക്കിയാര തുറമുഖം ആങ്കർക്ക് ഓർമ്മയുണ്ടാവില്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ അത് തകർന്നടിഞ്ഞ് വീണത്? അതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരുന്നത് ആരായിരുന്നു? നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. എങ്ങനെയാണ് നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോഴും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എത്ര കോടിയാ BJP-ക്ക് കൊടുത്തെന്നറിയുമോ? 55 കോടി രൂപ. അതായത് സമീപത്ത് തുരങ്കം തകർന്ന് 100 കണക്കിന് ആളുകൾക്ക് ജീവഹാനിയോളം അസാധാരണമായ പരിക്കുകൾ ഏറ്റുവാങ്ങേണ്ട വന്ന സിൽക്കിയാര തുറമുഖത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് 55 കോടി കൊടുത്തു. കാരണം എന്താ? 6 മാസക്കാലം ED റെയ്ഡ് നടത്തിയോ? ഇലക്ട്രൽ ബോണ്ട് BJP-യുടെ ആഫീസിൽ കിട്ടും. റെയ്ഡ് നടത്തിയോ, പ്രതിയാക്കിയോ, ഇലക്ട്രൽ ബോണ്ട് BJP-യുടെ ആഫീസിൽ കിട്ടും. ഇതിന്റെ പേര് ഗുണ്ടാപ്പണി എന്നല്ല, അതിനേക്കാൾ തരംതാണ വല്ല ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. എന്നിട്ട് ആ കോർപ്പറേറ്റ് കള്ളന്മാരുടെ പണം വാങ്ങി തിന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും BJP. ഇതിന്റെ പങ്ക് പറ്റിയിട്ടില്ലേ കേരളത്തിലെ, ഇന്ത്യയിലെ കോൺഗ്രസ്? ചെറിയ തുകയല്ലല്ലോ.
8251 കോടി രൂപ BJP പറ്റിയപ്പോൾ 1952 കോടി രൂപ ഈ കള്ളന്മാരിൽ നിന്നും വാങ്ങിയ ആളാണ്. തൊട്ട് മുമ്പ് എന്നെ ഇരുത്തി ധാർമ്മികതയെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത നമ്മുടെ കോൺഗ്രസ് കോടി രൂപ ചോദ്യം തന്നെയാണ്. PV എന്നത് പിണറായി വിജയനാണെന്ന് ഇപ്പോൾ പാർട്ടി പറയുന്നുണ്ടോ? ഞാനത് പോയിട്ടില്ല, അങ്ങ് പറയൂ. തീർച്ചയായിട്ടും ഞാനതിലേക്ക് വരുവാണ്. ആരാ ഇതിനെതിരെ കേസ് കൊടുത്തത്? ഒറ്റ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ, അത് CPIM മാത്രമാണ്. ആ പാർട്ടിയുടെ ഇന്ത്യയിലെ മുഖമായിട്ടുള്ള പിണറായി വിജയൻ ഈ കമ്പനിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മറ്റു വാചകങ്ങൾ കൂടെ മറുപടി പറയാൻ അങ്ങനെ എനിക്ക് അവസരം നൽകണം. എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. പുറത്താക്കപ്പെട്ട ഡയറി കുറിപ്പിലെ പേരുകളിൽ PV മാത്രമായിരുന്നില്ലല്ലോ, OC ഉണ്ടായിരുന്നില്ലേ, RC ഉണ്ടായിരുന്നില്ലേ, KK ഉണ്ടായിരുന്നില്ലേ, IK ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടായിരുന്നില്ലേ PV ഉണ്ടായിരുന്നത്? 20,000 രൂപയ്ക്ക് മേലുള്ള ഏതിടപാടും ബാങ്ക് അക്കൗണ്ട് വഴി നടത്തണമെന്നായിരുന്നില്ലേ? 20,000 രൂപയ്ക്ക് മേൽ എത്ര ലക്ഷങ്ങൾ നിങ്ങളുടെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാവുമായ രമേശ് ചെന്നിത്തല വാങ്ങിയെന്ന് സംബന്ധിച്ചു. നിങ്ങളുടെ UDFന്റെ കേരളത്തിലെ നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി വാങ്ങിയെന്ന് സംബന്ധിച്ചു. ഇബ്രാഹിം കുഞ്ഞ് വാങ്ങിയെന്ന് സംബന്ധിച്ചു. PV പിണറായി വിജയൻ അല്ല എന്നുള്ളത് പുറത്ത് പൊതുയോഗത്തിലല്ല പറഞ്ഞത്. കേരളത്തിലെ നിയമസഭാ രേഖകളിൽ ഇടം പിടിക്കുന്നത് പോലെ ചരിത്ര രേഖകളിൽ ഇടം പിടിക്കുമാർ പ്രസക്തമായ പ്രസ്താവന നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങളല്ല, പിണറായി വിജയനല്ല ആ PV എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഒരു അന്തസ് ഉണ്ടാകാതിരുന്നത്? നിങ്ങൾക്ക് അത്ര ഒരു തന്റെ ഇടം ഉണ്ടാകാതിരുന്നത്? ഒറ്റ കാര്യം കൂടെ, അങ്ങ് രണ്ടാളുകൾക്കും എന്നെ ആക്രമിക്കാൻ ദീർഘമായ സമയം അദ്ദേഹം അങ്ങേയൊന്നും അല്ല, ഇവർ രണ്ടുപേരും എന്നെയാണ് കൂടുതൽ ആക്രമിച്ചത്, എനിക്കെതിരെയാണ് കള്ളങ്ങൾ പറഞ്ഞത്. അപ്പൊ എനിക്ക് അതിനോട് പ്രതികരിക്കേണ്ടത് കാര്യം. അപ്പോ കോൺഗ്രസ് പ്രതിനിധി, മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ, ആങ്കർ എന്ന നിലയിൽ അങ്ങനെയൊന്ന് അഭിനന്ദിച്ചു. എന്റെ ചില പ്രയോഗങ്ങൾ അത് തരം താന്നതാണ്. ഏത് പ്രയോഗമാണ് തരം താന്നത് എന്ന് എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്, അദ്ദേഹം സർട്ടിഫിക്കറ്റ് അങ്ങേക്ക് നൽകിയിട്ട് പറയുകയാണ് ഇത് നന്നായി, ഇത് ഞാൻ ചോദിച്ചില്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചത് നന്നായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഇവിടെ ആരുടെയും അതായത് ഇപ്പം ഏതെങ്കിലും ഒരു പാനലിസ്റ്റ് വരുമ്പം അവരുടെ തരത്തിനനുസരിച്ച്, അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ തരത്തിനനുസരിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനിരിക്കുന്നില്ല, അത് വിട്ടളയൂ. അത്തരം തർക്കങ്ങളിലേക്ക് പോകരുതെന്നാണ്. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒരു ചർച്ചയുടെ തുടക്കമായിട്ട് പോലും ഞാൻ അങ്ങോട്ട് ആ സമയത്ത് ചോദിക്കേണ്ടി വന്നത്. അത് വിട്ടളയൂ, അതല്ല വിഷയം നമ്മുടേത്. തീർച്ചയായിട്ടും ശ്രീ VP ശ്രീപത്മനാഭൻ. അല്ലല്ല, തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അതിലേക്ക് പോകാതിരിക്കാം. അല്ലല്ല, എനിക്ക് എന്റെ വാദം പൂർത്തീകരിക്കാൻ അങ്ങ് അവസരം നൽകണം ദയവ് ചെയ്ത്. കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹം എനിക്ക് നേരെ പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു വാക്ക് പ്രതികരിക്കാൻ അങ്ങ് അവസരം നൽകണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങേക്ക് വേണ്ടെങ്കിൽ അത്രയും നല്ലത്, അത് അങ്ങയുടെ അഭിപ്രായം. അപ്പൊ എന്തായാലും കോൺഗ്രസ് പ്രതിനിധി എന്റെ വാചകത്തെ സംബന്ധിച്ച് അത് സബ്സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെയാണ് വിലയിരുത്തുന്നത്. ഞാൻ മാധ്യമ പ്രവർത്തകരെ, സത്യസന്ധമായി വാർത്ത കൈകാര്യം ചെയ്തവരെ അല്ല ഉദ്ദേശിച്ചത്. കൊടുക്കുന്നത് കിട്ടുന്നതും കള്ളവും ശുദ്ധമുണയും മനുഷ്യത്വ വിരുദ്ധമായതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് കൊടുക്കാൻ തയ്യാറാകുന്നവർ, അത് അങ്ങയില്ല. അങ്ങനെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചാണ് ഉദ്ദേശിച്ചത്. അവരെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പ്രതിനിധിക്ക് പൊള്ളേണ്ട കാര്യമില്ല. പിന്നെ കേരളത്തിലെ ചെറുതും വലുതുമായ മാധ്യമങ്ങൾ നമുക്ക് പേരറിയാത്തവർ വരെ ഈ പറയുന്ന എച്ചിൽ കഷ്ണം പെറുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒബ്ജക്ട് ചെയ്തത്. അത് അദ്ദേഹം അങ്ങനെ തന്നെയാണ് അതിനെ എതിർക്കുകയും ചെയ്തത്. ജയ്ക്ക് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ വ്യാജ വാർത്തയുടെ ഒക്കെ കാര്യം പറഞ്ഞാൽ നമ്മൾ അതിന്റെ പേരിൽ ഇതിന് മുൻപും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയിട്ടൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ചർച്ചയിൽ നിന്ന് നേരെ വഴുതി പോകും. ശ്രീ VP ശ്രീപത്മനാഭൻ, അങ്ങനെ 10 ലക്ഷക്കണക്കിന് കോടികളുടെ അഴിമതി കഥകൾ ഇന്ത്യ കേട്ടു തുടങ്ങിയിട്ട് ഏറെക്കാലമായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. ശ്രീ ജയ്ക്കൊന്ന് വഴങ്ങണം. പക്ഷേ കഴിഞ്ഞ ദിവസം നവീൻ ജിണ്ടാൽ BJP-യിൽ ചേർന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് ധാവഡെ അദ്ദേഹത്തിന് BJP-യുടെ ഷോൾ പുതപ്പിച്ച് സ്വീകരിച്ചു. കൽക്കരി കുംഭകോണം അങ്ങ് മറന്നിട്ടുണ്ടാകില്ല അല്ലെ? കുരുക്ഷേത്ര സീറ്റും കൊടുത്തു. വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടോ? അതോ നമ്മുടെ പുതിയ വാചകം എന്തായിരുന്നു? വാഷിംഗ് മെഷീൻ അല്ലെ? അങ്ങനെയൊക്കെ സംഭവിച്ചോ? കറയൊക്കെ കഴുകി കളഞ്ഞോ ശ്രീ VP ശ്രീപത്മനാഭൻ? അല്ല, ആം ആദ്മി പാർട്ടിയുടെ ഏക ലോക്സഭാ അംഗം ഇന്ന് BJP ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുമോ? കാരണം ആം ആദ്മി പാർട്ടി പ്രതിയാണ്. അതായത് ഡൽഹി കുംഭകോണത്തിൽ, ലിക്കർ കുംഭകോണത്തിൽ ആം ആദ്മി പാർട്ടി പ്രതിയാണ്. ഞങ്ങളുടെ നിലപാടെന്താണ്? ഞങ്ങളുടെ നിലപാട് ഇതാണ്: തെറ്റ് ചെയ്തവർ ആരെയും വെറുതെ വിടൂല. ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നതുകൊണ്ട് ഒരാളുടെ പേരിലെ കേസ് പോലും ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല. ഒരാളുടെ പേരിലെ കേസ് പോലും ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല.
അതൊന്ന് അങ്ങനെയാണെങ്കിൽ അത് പറയണം, ആരുടെ പേരിലെ കേസ് പിൻവലിക്കുന്നു എന്നുള്ളതല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന് പറയുന്നത്. പിന്നീട് അതിൽ ഇഡിയുടെ റെയ്ഡ് ഉണ്ടാകുന്നില്ല, ഇഡിയുടെ അന്വേഷണം ഉണ്ടാകുന്നില്ല, അറസ്റ്റ് ഉണ്ടാകുന്നില്ല. ഇതൊക്കെ അന്വേഷണ പുരോഗതിക്ക് അനുസരിച്ച് പോകേണ്ടതാണല്ലോ. ആ പുരോഗതി പിന്നെ ഉണ്ടാകുന്നില്ല. ആ കേസ് തന്നെ അസ്തമിച്ചു പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പോകുന്നു. പുതിയ പുതിയ ഇരകളെ ഇങ്ങനെ വീണ്ടും വാഷിംഗ് മെഷീനിൽ കയറ്റി ഇറക്കി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതാ ഈ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാവ് നിങ്ങളിലേക്ക് വന്നു എന്ന്. ആ പാർട്ടി ഇല്ലാതാകുന്നു. ആ പാർട്ടി ഇല്ലാതാകുമ്പോൾ രാഷ്ട്രീയ അഭയം തേടി നിങ്ങളുടെ പാർട്ടിയിലേക്ക് വീണ്ടും വരുന്നു. അങ്ങനെ വെടക്കാക്കി തനിക്കാക്കൽ BJP ഒരു സ്ഥിരം പരിപാടിയാക്കിയോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അല്ല, അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ്. ഇപ്പോൾ ജയിക്ക് ഇവിടെ കിടന്ന് വലിയ ബഹളം വയ്ക്കുന്നു. എനിക്ക് ജയിക്കിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്രാവശ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലൊന്നുമല്ല. ദേശീയ പാർട്ടി എന്ന അംഗീകാരം ത്ലാസിലാണ്. സാങ്കേതികമായി അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. സാങ്കേതികമായ നിയമപ്രകാരം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ അത് വീണ്ടും ഭീഷണിയിലാണ്. എന്താ പറയുക, AK ബാലൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും എലിപ്പട്ടിയും ഒക്കെ തിരഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ രാജ്യത്തെ നിയമത്തെ പുച്ഛിക്കാനും പരിഹസിക്കാനും പോണ്ട. ഈ രാജ്യത്തെ നിയമം മുഴുവൻ BJP-ക്കാർ രാഷ്ട്രീയ ഉപദേശം സ്വീകരിക്കേണ്ട ഗതികേട് ഉണ്ടാകില്ലല്ലോ. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരത് പറയട്ടെ. ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, നവീൻ ജിണ്ടാൽ BJP-യിൽ കയറുമ്പോൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്, നിങ്ങളുടെ അഴിമതിരഹിത ബോധ്യത്തിന്, അങ്ങനെയൊക്കെയാണല്ലോ പറയാ, അതിനൊക്കെ ചേർന്ന ഒരാളാണ് ജിണ്ടാൽ എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ മാലയിട്ട് സ്വീകരിച്ച് പൊൻതൂവൽ കൊടുത്ത് പാർട്ടിയുടെ മുഖത്തിരുത്താൻ പറ്റിയൊരു നേതാവാണ് കൽക്കരി കുംഭകോണ കേസിലെ മുൻ പ്രതി, കുരുക്ഷേത്രയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്. രണ്ട് ഉത്തരമാണ്. ഒന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നാൽ ആരുടെ പേരിലെ കേസ് ഞങ്ങൾ പിൻവലിക്കില്ല. ഒന്ന്. രണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് അഴിമതി കാണിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇത് രണ്ടും ഇല്ലാത്തടത്തോളം കാലം ആർക്കും ഈ പാർട്ടിയിലേക്ക് വരാം. ഒന്ന്, ആ വ്യക്തിക്കെതിരെ നിലവിൽ കേസുണ്ടെങ്കിൽ അത് ഞങ്ങളെ പാർട്ടിയിൽ ചേർന്ന കാരണം കൊണ്ട് ഞങ്ങൾ പിൻവലിക്കില്ല. ഒന്ന്. രണ്ട്, ഞങ്ങളെ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള അഴിമതി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുൻപ് മറ്റൊരു പാർട്ടിയിൽ നിന്ന് അഴിമതി ചെയ്ത് ഇഡിയുടെ അന്വേഷണം മൂക്കോളം മുട്ടി ഗതിയില്ലാതെ വരുന്നവരാണെങ്കിൽ നയം എന്താണ് ശ്രീ VP ശ്രീപത്മനാഭൻ? സംരക്ഷിച്ചുകൊള്ളുമോ? ആ കേസ് അതിൻ്റെതായ വഴിക്ക് പോകും. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. പിന്നെ ലോകത്താരും ആ കേസിനെ പറ്റി കേൾക്കില്ല എന്നാണോ? അതിന്റെ വഴിക്കങ്ങ് പോയാൽ പിന്നെ ലോകത്താരും ആ കേസിനെ പറ്റി കേൾക്കില്ല എന്നാണോ? അതൊക്കെ കോൺഗ്രസിന്റെ വക്താക്കൾ ഡൽഹിയിൽ നിന്ന് പറയുന്നതാണ്. അതൊന്നും മാധു ഏറ്റുപിടിക്കണ്ട. അത് കോൺഗ്രസിന്റെ ആം ആദ്മിൻ്റെയും വക്താക്കൾ പത്രസമ്മേളനം നടത്തി പറയുന്ന കാര്യമാണ്, പൊതുയോഗത്തെ പ്രസംഗിക്കുന്ന കാര്യമാണ്. അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. വെറുതെ മാധു അതൊന്നും ഏറ്റുപിടിക്കാൻ. ഞാൻ ഏറ്റുപിടിക്കേണ്ടത് എന്താണ്, ഞാൻ എന്താണ് ചോദ്യം വെക്കേണ്ടത് എന്നൊക്കെ എനിക്കൊരു മിനിമം ധാരണ ഉണ്ടാകുമല്ലോ. അങ്ങ് ഒന്ന് വകവെച്ച് തരണം. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ചോദ്യം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അത് ആവർത്തിച്ച് എത്രയോ തവണ ചോദിച്ചു, പ്രതിപക്ഷത്തിന്റെ ചോദ്യം എന്ന്. അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അത് പക്ഷേ ഒരു ചോദ്യമായി ഉയർത്താനുള്ള ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എന്റെ അവകാശത്തെ അങ്ങൊന്ന് വകവെച്ച് തരണം ശ്രീ VP ശ്രീപത്മനാഭൻ. ശരി, ശ്രീ രാജു P. നായർ, കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് VD സതീശൻ പറയുന്നു, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഞങ്ങൾ എതിർ നിൽക്കുന്നവരാണ് എന്നൊരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ഒരു അന്വേഷണത്തിലും കാര്യമില്ല. കരുവന്നൂരിൽ അന്വേഷണം എവിടെ എത്തിയെന്ന് ചോദിക്കുന്നു. ആരോപണ വിധേയർ സേഫ് ആണ് എന്ന് പറയുന്നു. ഐസക്കിന് നോട്ടീസ് അല്ല, പ്രേമലേഖനമാണ് അയച്ചത് എന്ന് പറയുന്നു. അപ്പോ ED ഇവിടെ കയറി വന്ന് ഈ സംവിധാനത്തെ ആകെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാട് കോൺഗ്രസിനുണ്ട് അല്ലെ? അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അങ്ങനെ ED കൂലിക്ക് പണിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കേരളത്തിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം നോക്കുകൂലിയുണ്ടോ എന്ന്. അല്ല, ഇവിടെ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ സർക്കാരിനെതിരെ വന്നിട്ടുള്ള കേസുകൾ എവിടെ എത്തി? പിണറായി വിജയനെതിരെ അന്വേഷണം നടത്തിയ കേസുകൾ എവിടെ എത്തി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ വിവാദമായ ബാഗ് മറന്നു വെച്ചിട്ട് ഡിപ്ലോമാറ്റിക് ചാനലിൽ വിട്ടു എന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷും പറഞ്ഞു, ശിവശങ്കരനെ സമ്മതിക്കുകയും ചെയ്തു. ആ ബാഗ് പിണറായി വിജയൻ്റെയാണ്. പത്മനാഭ, പിണറായി വിജയനെതിരെ ഒരു ഇമെയിൽ അയച്ചിട്ട് അത് ചോദിക്കാൻ നിങ്ങൾക്ക് തയ്യാറായോ? നിങ്ങൾ ചെയ്തോ? ഞാൻ ചോദിച്ചല്ലോ, ഈ അന്വേഷണം എന്തുകൊണ്ട് 4 വർഷം മറച്ചു വെച്ചു? ഒരക്ഷരം മിണ്ടാനില്ലല്ലോ. കൂടെയുള്ള ആൾക്കാർ, ഇവിടെ നിന്ന് കോൺഗ്രസ് നിന്ന് വരുന്നവരെ മുഴുവൻ വാഷിംഗ് മെഷീനിൽ കയറ്റിയിട്ടു. ഞാൻ ചോദിക്കട്ടെ, 2016 BJP-യിൽ ജോയിൻ ചെയ്തതാണ് ഹിമാന്ത ബിശ്വാസ്. ശ്രീ പത്മനാഭൻ സാറെ ഒന്ന് പറയണം, എന്ത് അന്വേഷണം നടന്നു? അതിനുശേഷം ഏത് അന്വേഷണം നടന്നു? പിന്നെ അഴിമതിക്കാരും BJP-യിൽ ഉണ്ടാവില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി BJP-ന്ന് പുറത്താക്കണമല്ലോ. ഇന്ന് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവായിട്ടുള്ള പ്രഭാകരൻ പറഞ്ഞിരിക്കുകയാണ്,
ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. നടത്തിയതാരാ? നരേന്ദ്രമോദി. BJP-യിൽ അഴിമതിക്കാതിരെ വിറച്ചുറപ്പിക്കില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദിയെ BJP-ന്ന് പുറത്താക്കിയിട്ട് ഈ ഗീർവാണം അടിക്കണം മിസ്റ്റർ പത്മനാഭൻ. ഇവിടെ കൃത്യമായിട്ട് മുഴുവൻ അഡ്ജസ്റ്റ്മെന്റാ. കൊടകര കേസ് എന്താ? 2022 ഹൈബി ഈഡൻ ഈ പാർലമെന്റിൽ ചോദ്യം ചോദിച്ചു. കൊടകര പാർലമെന്റ് കുഴൽപ്പണ കേസിനെ സംബന്ധിച്ച് ED അന്വേഷണം നടക്കുന്നുണ്ടോ? മറുപടി എന്താ? ED അന്വേഷണം തുടങ്ങി. പക്ഷെ ഞങ്ങൾ പല പ്രാവശ്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ വിവരങ്ങൾ കൈമാറിയിട്ടില്ല. അതല്ലേ ED അന്വേഷണത്തിന്റെ അവസ്ഥ? എന്താ പിണറായി വിജയൻ സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണത്തിന് രേഖകൾ കൈമാറാൻ മടിക്കുന്നത്? അതിനോട് കൂട്ടി വായിക്കൂ. കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സിന്റെ ഓഫീസർ പറഞ്ഞല്ലോ ആ പണം പോലും കൈമാറിയില്ലാന്ന്. അപ്പൊ എവിടെയാ സെറ്റിൽമെന്റ് എന്ന് വളരെ വ്യക്തമല്ലേ? ഇവിടെ കൃത്യമായിട്ട് CPM-നെതിരെയും പിണറായി വിജയനെതിരെ നടക്കുന്ന മുഴുവൻ അന്വേഷണങ്ങളെയും BJP അട്ടിമറിക്കുകയാണ്. BJP സമ്മർദ്ദ തന്ത്രത്തിന് വേണ്ടി മാത്രം കേസുകൾ എടുക്കുന്നു. രാഷ്ട്രീയ കാരണങ്ങളാണ്. രാഷ്ട്രീയ എതിരാളികളെ കേസെടുത്ത് ഈ ടൈമിൽ പോലും അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ രാഷ്ട്രീയ മിത്രത്തെ പരിധിയിൽ നിർത്താൻ വേണ്ടി കേസുകൾ ഉപയോഗിക്കുന്നു. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി പിണറായി വിജയനെ കൂടെ നിർത്തുക എന്നുള്ള BJP-യുടെ തന്ത്രമാണ്. അത് കേരളത്തിൽ EP ജയരാജന്റെ പ്രസ്താവനയോടുകൂടി ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഒരു പക്ഷേ ക്ലിഫ് ഹൗസിൽ നിന്ന് അങ്ങ് സൗത്ത് ബ്ലോക്കിലേക്ക് വിളിച്ചിട്ടുണ്ടാവും. ഞാൻ പ്രശ്നത്തിലാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, ഇപ്പൊ ചെയ്തോ, ബാക്കി പിന്നെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണെന്നേ. അതല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടകര കേസിലെ വിവരങ്ങൾ കൈമാറാൻ ഈ ഗവൺമെന്റ് മടിക്കുന്നു എന്നൊന്ന് പറയും. മറുപടി ഒന്ന് കേൾക്കട്ടെ. അപ്പോ ഇവിടെ മുഴുവൻ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു. ED ഉൾപ്പെടെയുള്ള കേസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതല്ലേ സത്യം? അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റി നിശ്ചയിക്കേണ്ട ആവശ്യമാണ്. ഇവിടുത്തെ അഴിമതിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്താൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ വർഗീയ ധ്രുവീകരണം നടത്തി. ആ വർഗീയ ധ്രുവീകരണം നടത്തിയപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ബന്ധം മുഴുവൻ പുറത്തേക്ക് വന്നു. ഇന്ന് ആ ചർച്ചയെ വീണ്ടും മാറ്റണം. ആ ചർച്ച വീണ്ടും മാറ്റാൻ വേണ്ടി ഇവര് വളരെ സൗഹാർദ്ദത്തിലിരിക്കുന്ന രണ്ടുപേര് ഇത് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയിട്ടുള്ള, അതിനപ്പുറം ഒന്നും ഈ കേസ് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചത് SFIയുടെ അന്വേഷണം പറഞ്ഞല്ലോ, ED നേരത്തെ പറഞ്ഞ വിവരങ്ങളല്ലേ, എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അതാണ് പ്രശ്നം. അപ്പൊ ഇതിനകത്ത് പിന്നെ ഒരു മിനിറ്റ്, ജയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊക്കെ വാചാലനായിട്ട് പറഞ്ഞു. ജയ്ക്ക് നവയുഗ് കോർപ്പറേഷനെ കുറിച്ച്, പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. അവിടെ ഉത്തരാഖണ്ഡിലെ ടണലിന്റെ നിർമ്മാണവും അതിലുണ്ടായ തകർച്ചയൊക്കെ പറഞ്ഞല്ലോ. അവരിൽ നിന്ന് 25 ലക്ഷം രൂപ മേടിച്ച പാർട്ടിയല്ലേ നിങ്ങൾ? 25 ലക്ഷം രൂപ നവയുഗ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് CPM മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിന്റെ പേരില്ല ജയിക്കെ ഇവിടെ നിന്ന് കമ്പനി വലിയ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ. എന്തിനാ നിങ്ങൾ അവരിൽ നിന്ന് പണം മേടിച്ചത്? നിങ്ങൾ മറുപടി പറയൂ. അപ്പൊ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശരി, ഡയറക്റ്റ് ചോദ്യമല്ലേ? ഡയറക്റ്റ് ചോദ്യമല്ലേ ജയിക്ക് മറുപടി? യെസ്, ഡയറക്റ്റ് ചോദ്യമാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു നീതികേട് ഈ അവസരത്തിലെങ്കിലും എന്നോട് കാണിക്കരുത്. കോൺഗ്രസ് പ്രതിനിധിക്ക് മാന്യമായി മറുപടി നൽകാൻ എനിക്ക് അവസരം നൽകണം. തൊട്ടു മുമ്പ് BJP പ്രതിനിധി ഇവിടെ ചർച്ചയിൽ ഉന്നയിച്ചു, ഞാൻ ഇലക്ട്രൽ ബോണ്ടിനെ തുടർന്നും അതോടൊപ്പം ED ഗുണ്ടാസംഘമായി നടത്തിയ റെയ്ഡുകളെ തുടർന്ന് ബോണ്ടെന്ന നക്കാപ്പിച്ച് ഇട്ടുകൊടുക്കുമ്പോൾ അത് BJP ആഫീസിൽ കിട്ടിക്കഴിഞ്ഞ് കേരളത്തിലെ മുതൽ ഇന്ത്യയിലെ BJP-ക്കാർ ചോറ് തിന്നുന്നത് പോലെ തിന്നതിന് ശേഷം എങ്ങനെ കുറ്റക്കാർ അല്ലാതായി മാറുന്നു എന്ന ചോദ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല, ഞങ്ങൾക്ക് ബോണ്ട് എന്ന ബോണ്ട തന്നതിന് ശേഷം ഞങ്ങൾ ആരെയും പ്രതിപ്പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു 10-12 പേരുടെ പേര് പറയാം. എന്തായിരുന്നു ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേസിൽ അങ്ങയോട് ആവർത്തിച്ച് ഞാൻ ചോദിച്ചല്ലോ, BJP പ്രതിനിധി, അങ്ങയുടെ ചെവിക്ക് തകരാറില്ലാന്ന് എനിക്കും ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അരബിന്ദോ ഫാർമസി ശരത്ചന്ദ്ര റെഡ്ഡി നവംബർ 5-ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 5 കോടിയുടെ നക്കാപ്പിച്ച BJP-ക്കാർക്ക് ഇട്ടുകൊടുക്കുന്നു. BJP-ക്കാർ അത് വാങ്ങി പോക്കറ്റിലിടുന്നു. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു? 5-ാം ദിവസം ആകുമ്പോൾ മാപ്പ് സാക്ഷിയാകുന്നു. പിന്നെ 25 കോടിയുടെ നക്കാപ്പിച്ച BJP ആഫീസിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. BJP-ക്കാർ അത് വാങ്ങി തിന്നുന്നു. ചെറിയ ആളുകളല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ കേരളത്തിലെ ലോക്കൽ വർഗീയവാദി വരെയുള്ള BJP-ക്കാർ ഇത് വാങ്ങി കഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. എത്ര മുഖ്യമന്ത്രിമാർ, എത്ര കോൺഗ്രസ് നേതാക്കന്മാർ, കഴിഞ്ഞ ദിവസം കുണ്ടറ MLA കൂടിയായിട്ടുള്ള നമ്മുടെ ചർച്ച ചെയ്യുന്ന കോൺഗ്രസ് നേതാവിന്റെ സഹപ്രവർത്തകൻ അദ്ദേഹം വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, അശോക് ചവാൻ ഞങ്ങളുടെ നേതാവായിരുന്നു, പക്ഷെ ഞങ്ങളുടെ രമേശ് ചെന്നിത്തലയെ വിളിച്ച് കരഞ്ഞു. എന്താ കരയുന്നത്? ED വന്നു, എനിക്ക് പേടിയാണ്, ഇനി BJP പോകാതെ തരമില്ല.
പൊക്കോ പൊക്കോ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ED വന്ന് പേടിപ്പിച്ചാൽ കരയും, കരഞ്ഞാൽ അങ്ങ് BJP-യിൽ പോകും അല്ലേ? അങ്ങ് കണ്ടുപഠിക്കണം അന്തസ്സുള്ള കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരെ. അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ തയ്യാറാകണം. ED വന്നല്ലോ, ഏതെങ്കിലും ഒരു നിലവിളി ശബ്ദം കേട്ടോ? ആരെങ്കിലും കരഞ്ഞോ? ഞങ്ങളുടെ സാധാരണ പാർട്ടി അംഗം മുതൽ പാർട്ടി സഹയാത്രികരെങ്കിലും BJP-യിലേക്ക് പോയോ? അപ്പോ ED മഹാരാഷ്ട്രയിൽ അശോക് ചവാനെതിരെ കേസെടുത്തപ്പോ BJP-യിലേക്ക് പോയി. എന്തായിരുന്നു കേസ്? എത്ര പേരുടെ പേര് ഞാൻ പറയണം? പേമ കണ്ടു, കോൺഗ്രസിന്റെ നേതാവായിരുന്നില്ലേ? ED കേസെടുത്തു, കള്ളപ്പണ സംബന്ധമായ കേസ്, BJP-യിൽ പോയി. ഇപ്പൊ കേസില്ല. അതിന്റെ തുടർച്ചയിലോ സുവേന്ദു അധികാരി ബംഗാളിൽ നിന്നുള്ള വലിയ നേതാവായിരുന്നില്ലേ? എന്തായിരുന്നു പ്രശ്നം? കള്ളപ്പണ സംബന്ധമായ കേസും അതേപോലെ തന്നെ ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പും. CBI കേസെടുത്തു, BJP-യിലേക്ക് പോയി. ഇപ്പൊ അന്വേഷണവുമില്ല, ഇപ്പൊ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയില്ല. അതിന്റെ തുടർച്ചയിൽ അശോക് ചവാൻ കഴിഞ്ഞ് ദിഗംബർ കോമത്ത്, പേര് ഓർക്കാൻ പ്രയാസമാണെങ്കിൽ ഗോവയിലെ പ്രതിപക്ഷ നേതാവാണ്, ഗോവയിലെ VD സതീശൻ. എന്തായിരുന്നു പ്രശ്നം? അവിടുത്തെ ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെ സംബന്ധിച്ച്, ലൂയിസ് ബർഗർ പദ്ധതിയെ സംബന്ധിച്ച് അഴിമതി ആരോപണം വന്നു, CBI കേസെടുത്തു. ഗോവയിലെ VD സതീശൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് BJP-യിലേക്ക് പോയി. ഇപ്പൊ കേസില്ല. NCP നേതാവായ അജിത് പവാർ കോപ്പറേറ്റീവ് ബാങ്കിലെ അഴിമതിയെ സംബന്ധിച്ച് CBI കേസെടുത്തു, കരഞ്ഞു നിലവിളിച്ചു. PC വിശ്വനാഥിന്റെ വാക്ക് കടമെടുത്താൽ BJP-യിൽ പോയി. ഇപ്പൊ കേസില്ല. അതിന്റെ തുടർച്ചയിൽ നാരായണ റാണെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ചർച്ച ചെയ്യുന്ന നമ്മുടെ ഒപ്പം ഇരിക്കുന്ന മാന്യൻ അദ്ദേഹത്തിന്റെ നേതാവായിരുന്നു. എന്തായിരുന്നു? കള്ളപ്പണത്തെ സംബന്ധിച്ച് ED ഒന്ന് കേസെടുത്തു, കരഞ്ഞു നിലവിളിച്ചു, BJP-യിൽ പോയി. ഇപ്പൊ കേസില്ല. അപ്പോ ശരത്ചന്ദ്ര റെഡ്ഡി മുതൽ നാരായണ റാണയും പേമഗണ്ഡുവും അശോക് ചവാനും വരെയുള്ള നൂറുകണക്കിന് വരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ കേസെടുത്തു. അവർ കരഞ്ഞു, അവർ നിലവിളിച്ചു, BJP-യിൽ പോയി. ഇപ്പോഴോ കേസിനെ സംബന്ധിച്ച് ചർച്ചയില്ല. ഇങ്ങനെ ഈ കള്ളന്മാരിൽ നിന്നും വാങ്ങുന്ന കള്ളപ്പണം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾ മാത്രമല്ല, ചർച്ച ചെയ്യുന്ന വഴിയിൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണത്രേ. നാണമുണ്ടോ കോൺഗ്രസ് നേതാവേ? അതിൽ നിന്ന് 1952 കോടി രൂപ വാങ്ങി BJP-ക്കാരെ പോലെ നിങ്ങളും തിന്നില്ലേ? എന്നിട്ടല്ല നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഒരു നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് BJP-ക്കാർക്ക് 55 കോടി കൊടുത്തില്ലേ? അവരിൽ നിന്ന് നിങ്ങൾ എത്രയോ ലക്ഷം വാങ്ങിയില്ലേ എന്ന്. ഇലക്ട്രൽ ബോണ്ട് എന്ന കള്ളപ്പണം വാങ്ങിച്ച് തിന്നാത്ത, അതുപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത ഇന്ത്യയിലെ ഒരു ഒറ്റ പാർട്ടിയുള്ളൂ. അതിന്റെ പേരാണ് കോൺഗ്രസ് നേതാവേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തു. അതിനെ തുടർന്ന് നിങ്ങളുടെയും BJP-യുടെയും അഴിമതി പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചു. അതിന്റെ ലിസ്റ്റ് കോടതി SBI വെളിയിൽ വിടാൻ താമസിച്ചപ്പോ ഞങ്ങൾ വീണ്ടും കേസ് കൊടുത്തു, ലിസ്റ്റ് പുറത്തുവിട്ടു. ആ ലിസ്റ്റ് എടുത്തു വെച്ചിട്ടാണ് ഇന്ന് കെജ്രിവാളിന്റെ പാർട്ടിയുടെ വനിതാ മന്ത്രി അതീഷി അടക്കം വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ ലിസ്റ്റ് പുറത്തു വന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ CPIM കള്ളപ്പണം വാങ്ങി തിന്നാതെ ഇവന്മാർക്കെതിരെ കേസ് നടത്തി. നിങ്ങളുടെ പത്മജ മുതൽ പത്മിനി വരെയുള്ളവരെ വിലക്കെടുക്കാൻ കിട്ടിയ ഈ കള്ളപ്പണം അവസാനിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ വായിക്കാൻ ഈ ലിസ്റ്റെങ്കിലും ലഭിച്ചത്. നന്ദി വേണം. അതായത് നിങ്ങൾ നവയുഗ എഞ്ചിനീയറിംഗ് കോർപ്പറേഷന് 50 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരെ വിലക്കെടുക്കാതിരിക്കാൻ നിങ്ങൾ നവയുഗ എഞ്ചിനീയറിംഗ് കോർപ്പറേഷന് 50 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കോൺഗ്രസ് വാങ്ങണമെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് മേടിച്ചിട്ടില്ലെന്നാണോ ഞാൻ പറയുന്നു? അങ്ങ് കേൾക്കുന്നില്ലേ? ഇലക്ട്രൽ ബോണ്ട് അല്ല, നിങ്ങൾ നവയുഗ എഞ്ചിനീയറിംഗ് കോർപ്പറേഷനിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടോ? ഇനി എനിക്ക് മറുപടി പറയാൻ അവസരമുണ്ടല്ലോ അല്ലേ? അദ്ദേഹം ചോദ്യം അവസാനിച്ചെന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസ് നേതാവ് നിങ്ങൾ പറഞ്ഞ അല്ലല്ല ഒരു സെക്കൻഡ് വ്യക്തമായിട്ട് പറയാം. ഒന്ന് വഴങ്ങൂ. ഒരു സെക്കൻഡ് വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ സൂചിപ്പിച്ച മറ്റേ ടണൽ ദുരന്തത്തിന് കാരണക്കാരായ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നവയുഗ എഞ്ചിനീയറിംഗ് കോർപ്പറേഷനിൽ നിന്ന് നിങ്ങൾ BJP ഇലക്ട്രൽ ബോണ്ട് വഴി മേടിച്ചു. നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയെന്നും ആളെ കൊന്ന കമ്പനി എന്നാണ് ജയിക്ക് പറഞ്ഞത്. നിങ്ങൾ 50 ലക്ഷം രൂപ മേടിച്ചോ? നേരിട്ടുള്ള ചോദ്യമാണ്. മേടിച്ചോ ഇല്ലേ എന്നുള്ള പറയൂ. ശരി, അപ്പോ അല്ല, ഒറ്റ വാക്കിൽ മേടിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആഫീസിൽ വന്ന് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയൊന്നുമല്ല ഞാൻ. അപ്പൊ ആ തിട്ടൂരൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ മറുപടി പറയാം. നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നല്ല, ഇന്ത്യയിലെ ഒരു കള്ളന്മാരിൽ നിന്നും നിങ്ങൾ കോൺഗ്രസും BJP-യും 1952 കോടി രൂപയും 8251 കോടി രൂപയും കോർപ്പറേറ്റ് കള്ളന്മാരിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചതുപോലെ
ഒരു അണാ പൈസ സ്വീകരിക്കാൻ SBIയിൽ അക്കൗണ്ട് പോലും തുറന്നിട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് നേതാവ് CPIM. കേട്ടല്ലോ, നവയുഗം എന്നല്ല, ഒരു യുഗത്തിൽ നിന്നും ഒരു അണാ പൈസ വാങ്ങി ഒരു മിനിറ്റ് ജയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. ഇതാണ് ശ്രീ രാജു പിന്നാർ ചോദിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയോ എന്നല്ല, അല്ലാതെ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് അങ്ങേക്ക് മനസ്സിലാവാത്താണോ എന്ന് എനിക്ക് അറിയില്ല, ഞാനൊന്ന് ക്ലിയർ ചെയ്തിരുന്നു. ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് CPIM പല വിധത്തിൽ പണം സമാഹരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ പണം കിട്ടിയിട്ട് പണം കിട്ടിയില്ല എന്ന് പറയുന്ന ഏർപ്പാടില്ല. ആരിൽ നിന്ന് കണക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ചോദ്യം നവയുഗ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ ദുരന്തം വിധിച്ച ആളെ കൊന്ന കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനി, ആ കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനിയിൽ നിന്ന് 50 ലക്ഷം നിങ്ങൾ മേടിച്ചു. എന്നിട്ട് വന്നിരുന്ന് നിങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം പറയുകയാണല്ലേ. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് നിയമപരമായി നിങ്ങൾ കള്ളപ്പണം വാങ്ങിച്ച് കഴിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിയമപരമായി തിരികെ ചോദിക്കാൻ നിങ്ങൾ നവയുഗിനെ കുറിച്ച് ആളെ കൊന്ന കമ്പനി അല്ല, ആളെ കൊന്ന ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനി. അഭിപ്രായം അല്ല ജയ്ക്കൊരു മിനിറ്റ്, അത് എനിക്കിതിൽ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണമാണ്. എന്നാലും ഞാൻ ചോദിക്കാണ് ജയ്ക്ക്, അതായത് CPM-ന് പാർട്ടി ഫണ്ടാണെങ്കിലും സമാഹരിക്കുന്നതിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ചരിത്രവും അങ്ങ് പറഞ്ഞതുപോലെയുള്ള വിശേഷണങ്ങളും ബാധകമല്ലേ എന്നുള്ളതാണ്. ആരായാലും കുഴപ്പമില്ല, ആളെ കൊല്ലാനും കുഴപ്പമില്ല എന്നുണ്ടോ? CPIM അതെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ കോൺഗ്രസും BJP-ക്കാരും വാങ്ങിയതുപോലെ കള്ളന്മാരിൽ നിന്ന് കള്ളപ്പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിക്കാത്ത ഇന്ത്യയിലെ ഏക പാർട്ടി CPIM ആണ്. അഭിമാനാർഹമായ നിലയുള്ള ആരെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു തലത്തിൽ നിന്നാണ് ഇലക്ട്രൽ ബോണ്ടുമായുള്ള ചർച്ച. ഈ പറയുന്ന നവയുഗ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ഒരു ആളെ കൊല്ലി പ്രസ്ഥാനമാണ് എന്നങ്ങേക്ക് നിലപാടുണ്ടെങ്കിൽ അവിടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് രാജു പിന്നാർ ചോദിച്ചത്. ശരി, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. ശ്രീ VP ശ്രീപത്മനാഭൻ, കഴിഞ്ഞ തവണ 2 പാനലിസ്റ്റുകളും സംസാരിക്കുന്ന സമയത്ത് അങ്ങ് തുടർച്ചയായി ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങേക്ക് ചില കാര്യങ്ങളിൽ മറുപടി പറയാനുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങ് നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ദശലക്ഷക്കണക്കിന് കോടിയുടെ അഴിമതികളൊന്നും നടന്നിട്ടില്ല അക്കാലത്തൊന്നൊക്കെ. അപ്പോൾ അങ്ങ് ഒരു 10 ലക്ഷം കോടിയുടെ കണക്ക് പറഞ്ഞു 2G സ്പെക്ട്രം. അത് 1 ലക്ഷം കോടി എന്ന 1.76 ലക്ഷം കോടി എന്നുള്ളതായിരുന്നു അന്നത്തെ CAG-യുടെ കണക്കിൽ പറയുന്നത്. 2012 സുപ്രീം കോടതിയുടെ ഉത്തരവ്, ഇനി മുതൽ ഈ പറയുന്ന സ്പെക്ട്രം ലേലം എന്ത് അസറ്റ് ആണെങ്കിലും അത് ലേലത്തിലൂടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു. 2023 ടെലികോം ലോ അമെൻഡ് ചെയ്ത് BJP-യുടെ മോദി സർക്കാർ സ്വീകരിച്ച നിലപാട് ഓപ്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഭാരതി ഗ്രൂപ്പ് 150 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. വ്യവസ്ഥാപിതമായി അഴിമതി നടത്താം എന്നാണോ? അല്ല, ഞങ്ങൾ ചെയ്ത നടപടികളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രതിപക്ഷങ്ങൾക്ക് ഉന്നയിക്കാം, അവർക്ക് പരാതി കൊടുക്കാം, കോടതിയിൽ പോകാം, എല്ലാ വിധത്തിലുള്ള നടപടികൾ എടുക്കാം. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ അല്ലാതെ അവിടെ നിൽക്കില്ല. എല്ലാ കാര്യവും ഈ പറയുന്ന ജിണ്ടാലിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഈ കാര്യം ചോദിക്കുമ്പോഴെല്ലാം അങ്ങ് ഒറ്റ വാക്കിൽ മറുപടി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റം പറയും. അതൊരു നല്ല രീതിയല്ലല്ലോ. അവനവനെതിരെ ചോദ്യത്തിന് അതവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നതാണോ മറുപടി? എനിക്ക് കുറ്റം പറയാനില്ല. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആരോപണം കോടതികളിൽ നിന്നോ ഏജൻസികളിലോ അന്വേഷണ ഏജൻസികളിൽ നിന്നോ നീതി കിട്ടുന്നില്ല. നിങ്ങൾക്കെതിരെ ഒരു നിയമ നടപടിയും അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നില്ല. ഒരു ഏജൻസിയും നിങ്ങൾക്കെതിരെ മിണ്ടില്ല, മൂളും. അപ്പൊ നിങ്ങളത് അവിടെ നിൽക്കട്ടെ, മറുപടി ഇല്ല എന്ന് പറഞ്ഞാൽ മതിയോ? അത് അസംബന്ധമാണ്. ആ പറയുന്നതൊക്കെ അസംബന്ധമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു പോയപ്പോൾ ഒരു കോടതിയും ഞങ്ങളെ ചൊൽപ്പടിയിലല്ല. ഒരു കോടതിയും ഞങ്ങളെ ചൊൽപ്പടിയിലല്ല. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഞങ്ങളെ ചൊൽപ്പടിയിലല്ല.
ഈ രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനവും ഞങ്ങളെ ചൊൽപ്പടിയിലല്ല. അപ്പോൾ ഒരു അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറയുകയാണ് ചെയ്യാൻ, നിങ്ങൾ കോടതിയിൽ പോയി തെളിയിക്കുന്നേ, ഞങ്ങളെ അങ്ങ് പ്രോസിക്യൂട്ട് ചെയ്ത് കളയുന്നേ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയല്ലോ വേണ്ടത്, മറുപടി പറയുകയല്ലേ? ഞങ്ങൾ അല്ല എത്ര രൂപയുടെ അഴിമതി എവിടെ നടത്തി പറയട്ടെ. അതാണ് പറഞ്ഞത്. ഈ പറയുന്ന ഭാരതീയ ഗ്രൂപ്പ് 150 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. അവർക്കാണ് 2023 നിങ്ങൾ ഈ പറഞ്ഞ 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണമൊക്കെ ഉന്നയിച്ചല്ലോ. ആയിക്കോട്ടെ, ഓപ്ഷൻ ഒഴിവാക്കിക്കൊണ്ട് സ്പെക്ട്രം കൊടുത്തത്. ആയിക്കോട്ടെ, ഞങ്ങൾ അവരുടെ അടുത്തുനിന്ന് ആയിക്കോട്ടെ, അതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഉന്നയിക്കട്ടെ എന്ന്. പ്രതിപക്ഷം ഉന്നയിക്കാത്ത ആരോപണം മാധു ഉന്നയിക്കുന്നത് അവിടെ നിൽക്കട്ടെ. അങ്ങനെയല്ല ശ്രീ വി പി ശ്രീപത്മനാഭൻ, അല്ല ഈ പറയുന്ന ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കാര്യമാണെങ്കിലും പച്ചവെള്ളം പോലെ നട്ടാൽ പകൽ പോലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കത് ആയിക്കോട്ടെ, കോടതിയിൽ പോയി തെളിയിച്ചോളൂ. കോടതിയിൽ പോയി പറഞ്ഞിട്ട് എന്ത് കിട്ടി? ഭാരതീയ ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് തെളിയിച്ചോളൂ. തെളിയിക്കുന്നില്ല നാട്ടിലെങ്കിൽ എന്ത് ചെയ്യും? തെളിയിക്കപ്പെടില്ല ഈ നാട്ടിലെങ്കിൽ എന്ത് ചെയ്യും? ഇന്ത്യൻ പാർലമെന്റിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല ആരും. അടുത്ത തവണ പാർലമെന്റ് സമ്മേളനം കൂടും ജൂൺ ആദ്യത്തെ ആഴ്ച, അപ്പോൾ ഉന്നയിക്കാം. അതിന് അവസരമൊക്കെ ഉണ്ട്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ജനാധിപത്യം പുതിയ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഇവിടെ രണ്ട് കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഒന്ന്, ഞാൻ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾക്ക് അങ്ങ് ഒറ്റ കാര്യം പറയോ? അല്ല, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അങ്ങ് പറഞ്ഞത് പ്രതിപക്ഷം പോലും ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്നല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ അങ്ങ് മറുപടി പറഞ്ഞാൽ മതി. അങ്ങ് നിഷേധിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഈ പറയുന്ന 150 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഭാരതീയ ഗ്രൂപ്പ് വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം നിഷേധിക്കുന്നുണ്ടോ? 2023 ടെലികോം ലോ അമെന്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഓപ്ഷൻ ഒഴിവാക്കിയെന്ന കാര്യം അങ്ങ് നിഷേധിക്കുന്നുണ്ടോ? പറയട്ടെ, ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് പുറത്തുവിട്ട എല്ലാ കണക്കും അംഗീകരിക്കുന്നു. ഞങ്ങൾ ആ ആൾക്കാർ ഞങ്ങൾക്ക് തന്നതായി പറഞ്ഞ എല്ലാ കണക്കും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ആരും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അതിനു പകരം അവർക്ക് സഹായങ്ങൾ വഴിവിട്ട് നിയമവിരുദ്ധമായ സഹായങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വാദം. അല്ല എന്നുണ്ടെങ്കിൽ ജൂൺ മാസം 2ാമത്തെ ആഴ്ചയോ 3ാമത്തെ ആഴ്ചയോ ഉന്നയിക്കും. പാർലമെന്റ് കൂടും, കോടതിയിൽ പോകാം, തെളിയിക്കാം എന്നുള്ളൊക്കെയാണ് വെല്ലുവിളികൾ. അങ്ങനെ പോകട്ടെ നമ്മുടെ ജനാധിപത്യം. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. വ്യവസ്ഥാപിതമായ അഴിമതി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിപക്ഷ നിര ആകെ ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം നടക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ആവശ്യവുമാണ്. വളരെയധികം നന്ദി.